സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം വ്യാഴാഴ്ച അവസാനിക്കാനിരിക്കെ പ്രചാരണം ഊർജിതമാക്കിയ മുന്നണികൾ. ഓരോ ദിവസവും പ്രചാരണ വിഷയങ്ങൾ മാറിമറിയുകയാണ്. പ്രാദേശിക വിഷയങ്ങൾ ഉയർത്തി വോട്ടുറപ്പിക്കാനാണ് മുന്നണികളുടെ ശ്രമം. സലീം മാലിക്കുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. സലീം, വ്യാഴാഴ്ച ആണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ അവസാന ദിവസം. ഇപ്പോൾ തന്നെ ഒട്ടേറെ വിവാദ വിഷയങ്ങളുണ്ട്. അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ വിഷയങ്ങൾ മാറിമറിയുന്നു. അങ്ങനെ പ്രധാനപ്പെട്ട മറ്റു വിഷയങ്ങളൊക്കെ ഉയർന്നു വരുന്നു. തുടർന്നെല്ലാം വിവാദമായി മാറുന്നു. എങ്ങനെയാണ് ഇപ്പോൾ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണം മുന്നോട്ട് പോകുന്നത് സലീം? ഉന്മേഷ്, ഓരോ ദിവസവും ഓരോ പ്രധാനപ്പെട്ട വിഷയങ്ങളായി തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തേക്ക് എത്തുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിങ്ങനെ മാറി മറിഞ്ഞു പോവുകയാണ്. പക്ഷേ അപ്പോഴും ഏറ്റവും പ്രധാനമായ മുന്നണികൾ ആദ്യ ദിവസം മുതൽ ഉയർത്തുന്ന വിഷയങ്ങളൊക്കെ ആ നിലയിൽ തന്നെ തുടരുന്നുമുണ്ട്. അങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം കൊണ്ടുപിടിച്ച് അതിൻ്റെ ഉച്ചസ്ഥായിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം കൂടി പൂർത്തിയാക്കിയാൽ തെരഞ്ഞെടുപ്പ് പ്രചരണം മറ്റൊരു ഘട്ടത്തിലേക്കാകും എന്നുള്ളതാണ് ഇപ്പോഴത്തെ നില. എന്തായാലും ഇപ്പോൾ പ്രധാനമായും സ്ഥാനാർത്ഥികളും മുന്നണികളും ലക്ഷ്യമിടുന്നത് പ്രാദേശിക വിഷയങ്ങളിലൂന്നിയുള്ള പ്രചരണങ്ങളാണ്. അതായത് ഓരോ മണ്ഡലങ്ങളിലെയും പ്രാദേശിക വിഷയങ്ങൾ, അവിടെ നിലവിലുണ്ടായിരുന്ന എം പി എന്ത് ചെയ്തു, എന്ത് ചെയ്തില്ല എന്നതുൾപ്പെടെയുള്ള ചർച്ചകൾ, അവരുടെ ആവശ്യങ്ങളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് താഴെ തട്ടിൽ ഇറങ്ങിക്കൊണ്ട് സാധാരണ ആളുകളുടെ വോട്ടർമാരുടെ ഇടയിലേക്ക് ഇറങ്ങിക്കൊണ്ട് വോട്ടുറപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അപ്പോഴും വലിയ വിഷയങ്ങൾ, കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഇടപെടലുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെയും സജീവമായി തന്നെയുണ്ട്. അതിൽ ആദ്യ ദിവസം മുതൽ തന്നെ ഏറ്റവും സജീവമായിരുന്ന പ്രധാനപ്പെട്ട വിഷയം പൗരത്വ ഭേദഗതി നിയമമാണ്. അതുമായി ബന്ധപ്പെട്ട ചർച്ച തന്നെയാണ് ഏറ്റവും അധികമായി മുന്നോട്ട് വരികയും ചെയ്യുന്നത്. UDF-ഉം LDF-ഉം അതിനെ ഏറ്റവും പരമാവധി എതിർക്കുന്നത് എന്നുള്ളൊരു വിഷയത്തിൽ ചാമ്പ്യനാവുന്ന മത്സരമാണ്. അതേസമയം BJP ആകട്ടെ അത് സർക്കാരിൻ്റെ നേട്ടമായി കൂടി കാണുന്നു. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ചില വിഷയങ്ങൾ കൂടി ഇപ്പോൾ പ്രചരണത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയമായി മാറുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, റിയാസ് മൗലവിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അതിലെ പ്രതികളെ വെറുതെ വിട്ടത് അത് പ്രോസിക്യൂഷൻ്റെയും പോലീസിൻ്റെയും വീഴ്ചയാണ്, അത് സർക്കാരിൻ്റെ വീഴ്ചയാണ് എന്ന് കാണിച്ചുകൊണ്ട് UDF ഇടത് ക്യാമ്പിനെതിരെയുള്ളൊരു പ്രചരണം നടത്തുന്നുണ്ട്. മാത്രമല്ല, ആദായ നികുതി വകുപ്പ് നടത്തുന്ന നോട്ടീസുകൾ, നിരന്തരമായി പ്രതിപക്ഷ പാർട്ടികൾക്ക് നൽകുന്ന നോട്ടീസ് ഉയർത്തിക്കാട്ടിക്കൊണ്ട് പ്രചരണത്തിന് പോലും പണമില്ല, അത് രാഷ്ട്രീയ വേട്ടയാണ് എന്ന നിലയിലുള്ള പ്രചരണവും മുന്നണികൾ നടത്തുന്നു. അങ്ങനെ പ്രചരണം പല നിലയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഉന്മേഷ്, ശരി. സലിം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്.